ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ മംഗല ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പെരുന്നാളിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി എഡിറ്റ് ചെയ്യണം എന്നൊക്കെ കരുതണ്. അപ്പോൾ അതിനൊന്നും ഓരോ കാരണങ്ങളാൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസമായത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്ക് കണ്ണൂർ മംഗല ബിരിയാണിയാണ് അത്രേ. ഏതായാലും കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണ്. മസാലയൊക്കെ കുറവായി നമുക്ക് കഴിക്കാൻ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ ബിരിയാണിക്ക് 2.5 കിലോ ബീഫ് എടുത്ത് വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടി പോവരുത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ശരിക്കും സ്പൂൺ കൊണ്ട് അളന്നുകാണ്ടൊന്നുമല്ല കേട്ടോ. ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് പുളിക്ക് ആവശ്യമുള്ള നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിത് നല്ലോണം കൈകൊണ്ട് കുഴച്ച് യോജിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി വേവുന്നത് വരെ വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു 5-6 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ബീഫ് വേവുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5-6 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകവും 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 5-6 സവാളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 6 സവാള കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതും അതുപോലെ വഴറ്റിയെടുക്കാം. അപ്പം നമ്മളെപ്പോൾ ബിരിയാണി വെക്കുകയാണെങ്കിലും സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ സവാളയിൽ കടിച്ചും കൊണ്ടാവും. സവാള നല്ലപോലെ എത്രത്തോളം നമുക്ക് വഴറ്റാൻ കഴിയണോ അത്രത്തോളം വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ സവാള വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സവാള നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു 6 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരും കേട്ടോ. ആ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിന് ഈ കളർ വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ കുറച്ച് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ബീഫിലുള്ള വെള്ളത്തോട് കൂടിയാൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിൽ എന്തെങ്കിലും എരിവോ പുളിയോ ഒക്കെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള അരി വേവിച്ചെടുക്കാനായി ഒരു ചെമ്പിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 150 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ 2 കിലോ അരിയാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾ അരിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക
ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പട്ട 2-3 ഗ്രാമ്പൂ അങ്ങനെയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അരി വറുത്താണ് വേവിക്കേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം. നമ്മൾ അറക്കൽ ബിരിയാണിക്കൊക്കെ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കൂടുതലായി നിൽക്കുന്ന രൂപത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൽ ഉപ്പ് നല്ല പോലെ ഉണ്ടായെങ്കിലുള്ളൂ ചോറിൽ പാകത്തിന് ഉപ്പുണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴുകി ഊറ്റി വെച്ച അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കാതിരുന്നാൽ മതി. അരി ഇട്ട ടൈമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റുന്ന ടൈമിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരാനായി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കോരിയെടുക്കാം. അപ്പം മുന്തിരി ചേർത്തതിന് ശേഷം പെട്ടെന്ന് കോരിയെടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ മുന്തിരിയൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോലം നമ്മൾ അറക്കൽ ബിരിയാണിക്ക് കൊടുത്ത മസാല തന്നെയാണ് കേട്ടോ ഈ ബിരിയാണിക്കും കൊടുക്കേണ്ടത്. ഒക്കെ ചേർത്ത് കൊടുത്ത് ചെറുതായി അരിഞ്ഞ ഒരു ക്യാരറ്റ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ, മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചേർത്ത് ഒന്നിട്ട് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മുടെ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആ കോരിയെടുത്ത മസാലയിൽ നിന്നും കുറച്ച് ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വറുത്ത് കോരിയ നെയ്യും കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മിടുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ ചെമ്പിലാണ് ദമ്മിടുന്നത് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 ലെയറായാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരിയത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് RKG ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് കോരിയ നെയ്യും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ആ നെയ്യ് മുഴുവനായും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് RKGയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കനലിട്ട് കൊടുക്കാം. കനലിട്ടതിന് ശേഷം ഒരു 3/4 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി നമ്മൾ മസാലയും റൈസൊന്നും സെപ്പറേറ്റായി എടുക്കൂല കേട്ടോ, ഇതുപോലെ കൂട്ടി ഇളക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കിടിലൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.